ഇത് നമ്മൾ പഠിക്കുന്ന പാഠം 10ാം ക്ലാസ്സിലെ പ്രിയദർശനം എന്ന പാഠമാണ്. വളരെ എളുപ്പമാണ്. നളിനി എന്ന ഒരു കവിതയിൽ നിന്നെടുത്തിട്ടുള്ള കുമാരനാശാൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കാവ്യമാണ്. അതിൽ നിന്നെടുത്തിട്ടുള്ളൊരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം. ആദ്യം നമുക്ക് കവിയെ പറ്റിയൊന്ന് നോക്കാം. കവി കുമാരനാശാനാണ്. ആധുനിക കവിത്രയത്തിൽപ്പെട്ട ആളാണ് കുമാരനാശാൻ. ആധുനിക കവിത്രയം എന്ന് പറഞ്ഞാൽ ആധുനിക കാലത്തിലെ പ്രഗത്ഭരായിട്ടുള്ള 3 കവികൾ, ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. കുമാരനാശാൻ, ഉള്ളൂർ എസ് പരമേശ്വരയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ എന്നിവർ ആണ് ആധുനിക കവിത്രയം എന്നറിയപ്പെടുന്നത്. അതിൽപ്പെട്ട ആളാണ് കുമാരനാശാൻ. തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ ജനിച്ചു കുമാരനാശാൻ. പരമ്പരാഗത കാവ്യശൈലിയിൽ നിന്ന് വ്യത്യസ്തമായ കവനചാതുരി പ്രദർശിപ്പിച്ചുകൊണ്ട് മലയാള കവിതയിൽ പുതിയൊരു ഭാവുകത്വത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് അദ്ദേഹം. 1873 ജനിച്ചത്. ശ്രീനാരായണ ഗുരുവിൻ്റെ അരുമ ശിഷ്യനായ കുമാരനാശാൻ SNDP യോഗം സെക്രട്ടറി എന്ന നിലയിൽ സമൂഹ പരിഷ്കരണ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചു. വിവേകോദയം മാസികയുടെ പത്രാധിപരായിരുന്നു. മലയാളത്തിന് പുറമെ സംസ്കൃതം, ബംഗാളി, ഇംഗ്ലീഷ് ഭാഷകളിലെല്ലാം പാണ്ഡിത്യമുണ്ടായിരുന്ന ആളായിരുന്നു കുമാരനാശാൻ. വെയിൽസ് രാജകുമാരിൽ നിന്ന് പട്ടും വളയും ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ വീണപൂവ്, നളിനി, ലീല, പ്രരോദനം, ചിന്താവിഷ്ടയായ സീത, ദുരവസ്ഥ, ചണ്ഡാലഭിഷുകി, കരുണ, ഗ്രാമവൃക്ഷത്തിലെ കുയിൽ ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. പുഷ്പവാടി, മണിമാല, വനമാല, സ്തോത്രകൃതികൾ എന്നിവ കവിതാ സമാഹാരങ്ങളും. ബാലരാമായണം, ശ്രീബുദ്ധചരിതം എന്നിവ അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങളുമാണ്. സൗന്ദര്യലഹരി, വിവർത്തനം, വിചിത്ര വിജയം, പ്രബോധ ചന്ദ്രോദയം ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളുമാണ്. അപ്പോൾ മഹാകാവ്യം എഴുതാതെ എഴുതിയ കാവ്യങ്ങളുടെ മഹത്വം കൊണ്ട് മഹാകവി പട്ടം കിട്ടിയ കുമാരനാശാൻ 1924 റെഡീമർ ബോട്ടപകടത്തിലാണ് അന്തരിച്ചത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള നളിനി എന്ന ഖണ്ഡകാവ്യത്തിലെ ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള പ്രിയദർശനം. നളിനിയും ദിവാകരനും കളിക്കൂട്ടുകാരായിരുന്നു. അവർ ഒരുമിച്ച് പാഠശാലയിൽ പോയവരായിരുന്നു. സ്നേഹം പങ്കുവെച്ചാണ് അവർ വളർന്നത്. യുവാവായ ദിവാകരൻ സന്യാസത്തിൽ തൽപരനായിട്ട് നാട് വിട്ടുപോയി. തൻ്റെ വിവാഹം നിശ്ചയിച്ചതറിഞ്ഞ് വീട് വിട്ടിറങ്ങി പൊയ്കയിലേക്ക്, ഒരു കുളത്തിലേക്ക് എടുത്തു ചാടിയ നളിനിയെ ഒരു സന്യാസിനി രക്ഷപ്പെടുത്തുന്നു. വർഷങ്ങൾക്ക് ശേഷം ഹിമാലയത്തിൽ സന്യാസിയായി കഴിയുന്ന ദിവാകരനെ നളിനി കണ്ടുമുട്ടുന്നതും തന്നെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഓർമ്മകൾ പുതുക്കുന്നതുമൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്നത് പോലെ തന്നെ, എല്ലാ വീഡിയോയിലും ചെയ്യുന്നത് പോലെ തന്നെ ആദ്യം ഞാൻ ഈ കവിത മുഴുവനായിട്ടൊന്ന് വായിച്ചു തരാം. അത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കേൾക്കുക. കാരണം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ അർത്ഥം നമുക്ക് വളരെ ഈസിയായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഓരോ വരികളുടെയും ഓരോ വാക്കുകളുടെയും അർത്ഥം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷം ഏറ്റവും അവസാനം ഒന്നും കൂടി കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് 100% ഈ പാഠം മനസ്സിലാകും എന്ന് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കണ്ടുകൊള്ളുക. നമുക്ക് തുടങ്ങാം. പ്രിയദർശനം. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ ദൃഷ്ടനായിഹ ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതി. പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. കേണുവാണിവിടെയേകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. സന്യസിച്ചളവുമാസ്തയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെയോർക്കുകിലും ഓർത്തിടായിലും. ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ധീരനായയതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പരിപാടലം മുഖം. പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം. ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ.
പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ. പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. എന്നിൽ നിന്നണുവുമേൽക്കില പ്രിയം നിന്നു കേഴുമയി കണ്ടിടുന്നിതേ. നിന്നിലി പ്രണയ ചാപലത്തെ ഞാൻ അന്നുമിന്നും ഒരുപോലെ വത്സലേ. പോയതൊക്കെയഥവാ നമുക്കയേ പ്രായവും സപതി മാറി കാര്യവും ആയ തത്വമറിവിന്നു മാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. ഓതുകിന്നതഥവാ വൃഥാശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ. നീ തുനിഞ്ഞു നിജകർമ്മനീതരായി ഏതു മാർഗമിയല ശരീരികൾ. പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖി ഏതതോതുക. അന്യജീവനുതകി സുജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. കളിക്കൂട്ടുകാരും സഹപാഠികളുമായിരുന്നു ഈ നളിനിയും ദിവാകരനും എന്ന് നമ്മൾ പറഞ്ഞു. സന്യാസത്തിൽ തൽപരനായിട്ടുള്ള ദിവാകരൻ കൗമാരപ്രായത്തിൽ തന്നെ നാട് വിട്ടുപോയി. ദിവാകരനെ വളരെയധികം പ്രണയിച്ച നളിനി ഒരു ആശ്രമത്തിൽ ഒരു തപസ്വിനിയായിട്ട്, അപ്പോൾ ഒരു കുളത്തിലൊക്കെ ചാടാൻ പോയി അവിടുന്ന് രക്ഷപ്പെടുത്തി, ഒരു സന്യാസിനെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു ആശ്രമത്തിൽ തപസ്വിനിയായിട്ട് ജീവിതം ആരംഭിച്ചു. അങ്ങനെ കുറേ വർഷങ്ങൾ കടന്നുപോയി. അവർ രണ്ടുപേരും മുതിർന്നു. അങ്ങനെ ഇരിക്കെ ഹിമാലയത്തിൽ വെച്ചിട്ട് ഒരിക്കൽ നളിനിയും ദിവാകരനും തമ്മിൽ വളരെ യാദൃശ്ചികമായിട്ട് അവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. വളരെ നാളുകൾക്ക് ശേഷമാണ് കാണുന്നതെങ്കിലും കണ്ടപ്പോൾ തന്നെ നളിനി ദിവാകരനെ തിരിച്ചറിഞ്ഞു. പക്ഷേ ദിവാകരന് നളിനിയെ മനസ്സിലായില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആ പഴയ കളിക്കൂട്ടുകാരനല്ല, ഒരു യുവ സന്യാസിയാണെന്ന് നളിനിക്കറിയാം. അതുകൊണ്ട് താൻ പറയുന്നതിലെ ദിവാകരൻ എങ്ങനെ എടുക്കുമെന്നറിയില്ലെങ്കിലും ആ ഒരു സംശയം ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ നളിനി ദിവാകരനോട് സംസാരിച്ചു തുടങ്ങിയ. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ. അപ്പോൾ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു. കഷ്ടകാലം അഖിലം എന്ന് പറഞ്ഞാൽ എല്ലാം, കഷ്ടകാലമെല്ലാം കഴിഞ്ഞു. ദിഷ്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം, ഭാഗ്യം വടിവിയെന്ന് വന്ന പോൽ, ഭാഗ്യം ആകൃതി എടുത്ത് വന്നതുപോലെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു. ദിവാകരനെ കണ്ടു, എൻ്റെ കഷ്ടകാലമെല്ലാം കഴിഞ്ഞു, ഭാഗ്യം അങ്ങനെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുകയാണ്. ദൃഷ്ടനായി, കാണപ്പെട്ടവനായി. ദൃഷ്ടൻ എന്ന് പറഞ്ഞാൽ കാണപ്പെട്ടവൻ, ദുഷ്ടനെന്ന് വായിക്കരുതേ, ദൃഷ്ടനാണത്. ദൃഷ്ടനായി ഹ ഭവാൻ, അങ്ങ് എൻ്റെ മുന്നിൽ ഭാഗ്യം വന്ന് നിൽക്കുന്നത് പോലെയാണ് ഞാൻ. ഭവാന് പണ്ട് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ്. ദൃഷ്ടനായി ഹ ഭവാൻ, ഭവാനു പണ്ടിഷ്ടയാം നളിനി ഞാൻ മഹാമതേ എന്ന് നളിനി പറയുകയാണ്. പ്രാണനോടും ഒരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കൊതിച്ചു ഞാൻ. അപ്പോൾ എൻ്റെ ജീവനേക്കാളും പ്രാണനോട് കൂടി ഉള്ള ജീവനേക്കാളും ഞാൻ വളരെ വിലപ്പെട്ടവനായിട്ട് കാണുന്ന അങ്ങയുടെ ആ പദം കാണുവാൻ ചിരമഹോ ഞാൻ ചിരം വളരെയധികം ആഗ്രഹിച്ചു, കൊതിച്ചു. കേണുവാണിവിടെ ഏകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കൽ ഈശ്വരൻ. എന്താ പറഞ്ഞേ, അതായത് നളിനിയുടെ ജീവിതാഭിലാഷം തന്നെ ദിവാകരനെ കാണുക എന്നുള്ളതായിരുന്നു. ആ പ്രാർത്ഥനയോടുകൂടി അവൾ ഇന്നുവരെ ജീവിച്ചു. കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ അഭീഷ്ടം അല്ലെങ്കിൽ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്ന ഈശ്വരൻ തൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു എന്നാണ് നളിനി വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങേക്ക് പണ്ട് ഇഷ്ടമുണ്ടായിരുന്ന നളിനിയാണ് ഞാൻ എന്നൊക്കെ നളിനി പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും ആ ഓർമ്മകൾ പുതുക്കാൻ വേണ്ടി നളിനി ശ്രമിക്കുകയാണ്. സന്യസിച്ചളവുമാസ്ഥയാൽ ഭവാൻ തന്നെയോർത്തിക തപസ്സിൽ വാണു ഞാൻ. അപ്പോൾ ഈ ഭവാനെ തന്നെ, അങ്ങേ തന്നെ ഓർത്ത് ഞാൻ അങ്ങനെ തപസ്സിൽ വാണ് ഇത്രയും നാൾ അങ്ങനെ ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ
ധന്യയായി, ഞാൻ ധന്യയായി, എനിക്ക് എൻ്റെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടായി എന്ന് അവൾ പറയുന്നു. കാരണം എന്താ? അങ്ങയെ കാണാൻ സാധിച്ചതിൽ സപതി കാൺക മൂലം അങ്ങ് എന്നെ ഓർക്കിലും ഓർത്തിടായെങ്കിലും, അങ്ങ് എന്നെ ഓർത്താലും ഇല്ലെങ്കിലും സപതി ഇപ്പോൾ ഞാൻ ധന്യയായി എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഓർത്താലും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ അങ്ങയെ കാണാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങയെ കണ്ടതുകൊണ്ട് ഞാൻ ധന്യയായി. ഇനി അങ്ങനെ ഓർത്താലും ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ധന്യയായി എന്ന് നളിനി ആരോട് പറയുന്നു? ദിവാകരനോട് പറയുന്നു. അത്രയേറെ ഇഷ്ടമായിരുന്നു അവർക്ക് ദിവാകരനെ. ഏവമോതി ഇടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഇത്രയും പറഞ്ഞു. ഏവം ഇപ്രകാരം, ഓതുക പറയുക, പറഞ്ഞ് ഇടരാർന്നു എന്ന് പറഞ്ഞാൽ ദുഃഖിച്ച് ഇത്രയും ദുഃഖം കൊണ്ട്, വളരെയധികം ദുഃഖമുണ്ട്, കണ്ടതിൽ സന്തോഷമുണ്ട്, അതിലുപരി ഇത്രയും നാൾ കാണാതിരുന്നതിലുള്ള വിഷമവും സങ്കടവും എല്ലാം കൂടെ ചേർന്നൊരു ഒരു അനുഭവമായിരുന്നു നളിനിക്കുണ്ടായത്. അപ്പോൾ ഇപ്രകാരം അങ്ങനെ പറഞ്ഞ് ദുഃഖിച്ച് കണ്ണുനീർ തൂവി, കണ്ണുനീരും പൊഴിച്ച് മൊഴി കുഴങ്ങി നിന്നവൾ, പറയാൻ വാക്കുകൾ ഇത്രയും പറഞ്ഞൊപ്പിച്ചു, ബാക്കി പറയാനുള്ള വാക്കുകൾ കിട്ടാതെ അവൾ അങ്ങനെ നിന്നു. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയ. മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന 2 വരികളാണിത്. അപ്പോൾ സ്നേഹിക്കുന്നവർ തമ്മിൽ പിരിഞ്ഞിട്ട് വളരെ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ ആ കൂടിച്ചേരൽ ഒരു വളരെയധികം വികാരങ്ങൾ നിറഞ്ഞതായിരിക്കും, വികാര വൈവശ്യമാർന്നതായിരിക്കും, അല്ലേ? അതായത് വളരെയധികം പല സന്തോഷവും ദുഃഖവും സങ്കടവും ഇത്രയും കാണാതിരുന്നതിലുള്ള എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും അത്. അപ്പോൾ ദിവാകരനെ കണ്ട നളിനിയുടെ സന്തോഷം കണ്ണീരിൽ കുതിർന്നതിന് കാരണം ഇതാണെന്നാണ് കവി പറയുന്നത്. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം എന്നാണ് കവി പറയുന്നത്. ധീരനായ യതി നോക്കി തന്വിതൻ ഭൂരി ബാഷ്പരിപാടലം മുഖം. അപ്പോൾ ആ യതി സന്യാസിയാണ്. തന്വി എന്ന് പറഞ്ഞാൽ ആ യുവതി. അപ്പോൾ ആ ധീരനായിട്ടുള്ള ആ സന്യാസി നോക്കി ആ സുന്ദരിയുടെ മുഖത്തേക്ക്. ആ മുഖത്ത് എങ്ങനെയാണ് മുഖം? ഭൂരി ബാഷ്പരിപാടലം മുഖം. കണ്ണുനീര് നിറഞ്ഞ്, മുഖത്ത് മുഴുവൻ കണ്ണുനീരൊക്കെ നിറഞ്ഞ് അങ്ങനെ നിൽക്കുന്ന ആ മുഖത്തേക്ക് അദ്ദേഹം നോക്കി. പൂരിതാഭയുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമൂപമം. ഒരു ഉപമയാണ്. അതെന്തുപോലെയാണ് തോന്നിയത്? അവളുടെ മുഖം, ആ കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള സുന്ദരിയായിട്ടുള്ള നളിനിയുടെ മുഖം കണ്ടപ്പോൾ അദ്ദേഹത്തിന് തോന്നിയത്, ഉഷസ്സിൽ രാവിലെ ഈ പനിനീർ പൂക്കളിൽ, റോസാപ്പൂവിൽ മഞ്ഞ് നിറഞ്ഞു നിൽക്കില്ലേ, മഞ്ഞ് വീണ് കിടക്കില്ലേ, അല്ലെങ്കിൽ മഞ്ഞ് നിൽക്കില്ലേ, അതുപോലെ മഞ്ഞുതുള്ളികൾ പറ്റിച്ചേർന്ന് പ്രഭാതത്തിൽ ശോഭയോടുകൂടി വിരിഞ്ഞു നിൽക്കുന്ന പനിനീർ പൂക്കളിൽ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയാണ് വളരെ സുന്ദരിയായിട്ടുള്ള ഈ നളിനിയുടെ മുഖത്ത് കണ്ണുനീർ പറ്റിപ്പിടിച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിന് തോന്നി. അതൊരു ഉപമയാണ്. നളിനിയുടെ മുഖത്തെ പനിനീർ പുഷ്പത്തോട് ഉപമിച്ചിരിക്കുകയാണ് കവി. ആരതെന്നുടൻ അറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം. അതാരാണെന്ന്, തൻ്റെ മുമ്പിൽ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്ന് മനസ്സിലായി ആർക്ക്? ദിവാകരനെ. അപ്പോൾ പുരാഗതം, പഴയ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അയാളുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. കുട്ടിക്കാലത്തെ ആ പവിത്രമായിട്ടുള്ള ബന്ധത്തിന് ചേർന്ന വാക്കുകൾ അദ്ദേഹം പറഞ്ഞു തുടങ്ങി. ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ കനിഞ്ഞവൻ. അവൻ എന്ത് ചെയ്തു തുടങ്ങി? ആ പണ്ടത്തെ കഥകളൊക്കെ ഓർത്തിട്ട് പണ്ടത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇനി പറയുന്നത് ദിവാകരനാണ്. ആദ്യം പറഞ്ഞ നളിനിയായിരുന്നേ, ഇനി പറയാൻ പോകുന്നേ ദിവാകരനാണ്. പാരവും പരിചയം കലർന്നെഴും പേരുമീ മധുരമായ കണ്ഠവും സാരമായി സ്മൃതിയിൽ നീയും ഇപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. പാരം വളരെയധികം വളരെയധികം പരിചയം കലർന്നെഴും, പരിചയം നിറഞ്ഞ പെരുമീ മധുരമായ കണ്ഠവും. ഇവിടെ കണ്ഠം എന്ന് പറഞ്ഞാൽ കഴുത്തെന്നാണ് അർത്ഥം. കഴുത്തെന്നാണ് യഥാർത്ഥത്തിലുള്ള അർത്ഥം. ഇവിടുത്തെ അർത്ഥം ശബ്ദമാണ്. എനിക്ക് വളരെയധികം പരിചയം തോന്നുന്ന ശബ്ദവും സാരമായി സ്മൃതി എന്ന് പറഞ്ഞ ഓർമ്മയിൽ നിൻ്റെ ശബ്ദവും നീയുമെല്ലാം, നിൻ്റെ ദൂരെയുള്ള വീടുമെല്ലാം വരുന്നുണ്ട്. ഏറ്റവും പരിചയമുള്ളതും മാധുര്യമുള്ളതുമായിട്ടുള്ള നളിനിയുടെ ശബ്ദവും അവളെക്കുറിച്ചുള്ള ഓർമ്മകളും ദൂരെയുള്ള വീടുമെല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നു എന്ന് ദിവാകരൻ പറഞ്ഞു. കണ്ടുടൻ സ്വയം അറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖി. നിന്നെ കണ്ടപ്പോൾ തന്നെ നിന്നെ തിരിച്ചറിഞ്ഞിടാത്തത് ഓർത്തിട്ട് ഇണ്ടൽ, ദുഃഖം വേണ്ട സഖി. കേണിടേണ്ട, കരഞ്ഞിടേണ്ട, കേൾക്കുക. പണ്ട് നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ.
പണ്ട് ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത്, അവിടെ നിന്ന് നിന്നെ വിട്ട് പോകുന്ന സമയത്ത് നീ ഒരു ഇളം കുരുന്നായിരുന്നു, കൊച്ചുകുട്ടിയായിരുന്നു. ഇപ്പോഴോ നീ വളർന്ന ഒരു വലിയ വല്ലിയായിട്ട് മാറി. അതുകൊണ്ട് നിന്നെ കണ്ടിട്ട് തിരിച്ചറിയാഞ്ഞതാണ്. അതിൽ നീ ഒട്ടും ദുഃഖിക്കേണ്ട. എന്നിൽ നിന്ന് അണുവുമേൽക്കിൽ അപ്രിയം. എന്നിൽ നിന്ന് എന്താണ്, ഇന്ന് ഒരു യുവതിയാണ്. അപ്പോൾ ഒരു മാറ്റം, ഒരു എന്താണ് ശാരീരികമായിട്ടുള്ള മാറ്റം കാരണം അദ്ദേഹത്തിന് മനസ്സിലാവാഞ്ഞതാണ്. ദിവാകരനിൽ നിന്ന്, തന്നിൽ നിന്ന് അപ്രിയമായത് എന്തെങ്കിലും ഉണ്ടായാൽ കുട്ടിക്കാലത്ത് നളിനി കരയുമായിരുന്നു. എന്നിൽ നിന്ന് അണുവും ഏൽക്കിൽ അപ്രിയം നിന്നു കേഴുമൈ. എന്തെങ്കിലും ഒരു കാര്യം, വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്രിയമായിട്ടുള്ള കാര്യം കേട്ട് കഴിഞ്ഞാൽ നളിനി നിന്ന് കരയുമായിരുന്നു. കണ്ടിടുന്നതേ നിന്നിലി പ്രണയ ചാപലത്തെ ഞാൻ ഇന്നും അന്നും ഇന്നും ഒരുപോലെ വത്സലേ. അപ്പോൾ അതുപോലെ തന്നെയാണ്, നിനക്കൊരു മാറ്റവും വന്നിട്ടില്ല. അവളുടെ ആ ചാബല്യത്തെ അന്നും ഇന്നും ഒരുപോലെ തന്നെ. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നു കഴിഞ്ഞാൽ അത് ദിവാകരൻ്റെ മുന്നിൽ നിന്ന് കരയുന്ന ആ നളിനി അന്നും അങ്ങനെ ഇന്നും അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് ദിവാകരൻ ഓർക്കുന്നു. പോയതൊക്കെ അഥവാ നമുക്കേ പ്രായവും സപതി മാറി കാര്യവും. അപ്പോൾ ഒരു അടുത്തത് തുടർന്നുള്ള കാര്യം ഒരു സന്യാസി എന്നുള്ള രീതിയിൽ. അത്രയും നേരം പെട്ടെന്ന് നളിനിയെ കണ്ടപ്പോൾ ദിവാകരൻ വീണ്ടും പഴയ കാര്യങ്ങളെ ഓർത്തെങ്കിലും പിന്നീട് ദിവാകരൻ സംസാരിക്കുന്നത് ഒരു സന്യാസിയുടെ മനസ്സോടു കൂടിയാണ്, സംസ്കാരത്തോടു കൂടിയാണ് ദിവാകരൻ്റെ സംസാരം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. പോയതൊക്കെ അഥവാ നമുക്കേ പ്രായവും സപതി മാറി കാര്യവും. പണ്ടത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ആ കാലമൊക്കെ കഴിഞ്ഞു, നമ്മളുടെ പ്രായവുമെല്ലാം മാറിപ്പോയി. ആയതത്വം അറിവിന്നു മാർന്നു പോട്ടായതെന്തിവിടെ വാണിടുന്നു നീ എന്തിനാണ്, അതൊക്കെ പോട്ടെ, നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നത്? അല്ലെങ്കിൽ നീ നിൻ്റെ നാടും വീടുമൊക്കെ ഉപേക്ഷിച്ച് നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നത്? ഇവിടെ നീ കഴിയുന്നത് എന്തിനാണ്? അഥവാ വൃഥാ ശുഭേ ഹേതു കേൾക്കുവതൊരർത്ഥമേതിനോ നീ തുനിഞ്ഞു നിജകർമ്മനീതരായ ഏതു മാർഗം ഇയലാ ശരീരികൾ. അതെന്താണെന്ന് എന്നോട് പറയുക. നീ എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനെ വെറുതെ നീ വരില്ല അല്ലേ? എന്തെങ്കിലും ഒരു കാരണം കാണും നീ ഇവിടെ വന്നതിന്. അതിനെന്താണ് കാരണം എന്നാണ് ദിവാകരൻ നളിനിയോട് ചോദിക്കുന്നത്. പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെ ഓർത്തു സഖി ഏതതോതുക അന്യജീവനുതകി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നാണ് പറയുന്നത്. അതായത് ദൂരെയുള്ള ആ ഗ്രാമം വിട്ട് അവൾ ഇവിടെ വന്നതിന് എന്തോ ഒരു കാരണമുണ്ട്. എന്നിൽ നിന്നും എന്തെങ്കിലും ഉപകാരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് പറയുക എന്ന് ദിവാകരൻ നളിനിയോട് പറയുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനായിട്ട് സുജീവിതം സമർപ്പിക്കുന്നവരാണ് വിവേകികൾ എന്നാണ് ദിവാകരൻ്റെ അഭിപ്രായം. നളിനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ തികച്ചും സന്തോഷത്തോടു കൂടി താൻ ചെയ്യും എന്ന് ദിവാകരൻ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി അന്യജീവൻ ഉതകി സുജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണത്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന രണ്ട് വരികളും കൂടിയാണ് ഏറ്റവും അവസാനം ഉള്ള ആ ഒരു ഭാഗം. അതുകൊണ്ട് ഇതാണ് ഈ ഒരു കവിതയുടെ അർത്ഥം. വർഷങ്ങൾക്ക് ശേഷം നളിനിയെ കാണുന്ന ദിവാകരനോട് നളിനി പറയുന്ന കുറച്ച് കാര്യങ്ങളും അതിനുശേഷം ദിവാകരൻ്റെ മറുപടിയുമാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാ വാക്കുകളുടെയും എല്ലാ വരികളുടെയും അർത്ഥം ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു പ്രാവശ്യം കൂടി ഈ കവിത ഞാൻ വായിച്ചു തരാം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓക്കെ. കഷ്ടകാലമഖിലം കഴിഞ്ഞുഹ ദിഷ്ടമീ വടിവിയെന്നു വന്ന പോൽ ദൃഷ്ടനായിഹ ഭവാനു പണ്ടിഷ്ടയ നളിനി ഞാൻ മഹാമതേ. പ്രാണനോടുമൊരു നാൾ ഭവൽപദം കാണുവാൻ ചിരമഹോ കുതിച്ചു ഞാൻ. കേണുവാണിവിടെയേകുമർത്തിയാം പ്രാണിതൻ പ്രിയമൊരിക്കലീശ്വരൻ. സന്യസിച്ചളവുമാസ്ഥയാൽ ഭവാൻ തന്നെയോർത്തിഹ തപസ്സിൽ വാണു ഞാൻ. ധന്യയായി സപതി കാൺക മൂലമങ്ങെന്നെയോർക്കുകിലുമൂർത്തിടായിലും. ഏവമോദിയിടരാർന്നു കണ്ണുനീർ തൂവിനാൾ മൊഴി കുഴങ്ങി നിന്നവൾ. ഭാവശാലികൾ പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം. ധീരനായയതി നോക്കി തന്നിതൻ ഭൂരിബാഷ്പ പരിപാടലം മുഖം. പൂരിതാഭയൊടുഷസ്സിൽ മഞ്ഞുതൻ ധാരയാർന്ന പനിനീർ സുമോപമം. ആരതെന്നുടനറിഞ്ഞു കൗതുകം പാരമാർന്നു കരുതി പുരാഗതം. ചാരു ശൈശവ കഥയ്ക്കു തന്നെ ചേർന്നൊരു വാക്കരുളിനാൻ
കനിഞ്ഞവൻ. പാരവും പരിചയം കലർന്നിഴും പേരുമീ മധുരമായ കണ്ഠവും, സാരമായി സ്മൃതിയിൽ നീയുമിപ്പോൾ നിൻ ദൂരമാം ഭവനവും വരുന്നയേ. കണ്ടുടൻ സ്വയമറിഞ്ഞിടാത്തതോർത്തിണ്ടൽ വേണ്ട സഖി കേണിടേണ്ട കേൾ. പണ്ടു നിന്നെയൊരിളം കുരുന്നതായി കണ്ടു ഞാൻ സപതി വല്ലിയായി നീ. എന്നിൽ നിന്നണുവുമേൽക്കില പ്രിയം നിന്നു കേഴുമയി കണ്ടിടുന്നിതേ. നിന്നിലി പ്രണയ ചാവലത്തെ ഞാൻ അന്നുമിന്നും ഒരുപോലെ വത്സലേ. പോയതൊക്കെ അഥവാ നമുക്കൈ പ്രായവും സപതി മാറി കാര്യവും, ആയ തത്വമറിവിന്നു മാർന്നുപോട്ടായതെന്തിവിടെ വാണിടുന്നു നീ. ഓതുകിന്നതവാ വൃഥാശുഭേ ഏതു കേൾക്കുവതൊരർത്ഥമേതിനോ. നീ തുനിഞ്ഞു നിജകർമ്മനീതരായി ഏതു മാർഗമിയലാ ശരീരികൾ. പിന്നെയൊന്നൊരുപകാരമേതിനോ എന്നെയോർത്തു സഖീതോതുക. അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുമമലേ വിവേകികൾ.